അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അമീൻ മാഹി എന്ന തബ്ലീഗുകാരൻ മൗലവി എന്നെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കളവുകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എന്നെ കേൾക്കുന്ന ആളുകളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ അല്പം ക്ഷമയോടുകൂടെ കേൾക്കണമെന്ന് ആദ്യമേ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ അനിവാര്യമായും പറയേണ്ടി വരും. അമീൻ മാഹി എന്ന് പറയുന്ന മൗലവി സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക്, അതല്ലെങ്കിൽ ഈ നിലക്കുള്ള കളവുകൾ പ്രചരിപ്പിച്ച് ഒരു പ്രബോധകൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പണയപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വന്നത്. ഏതാണെങ്കിലും അത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. കാരണം സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവരെ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയും അങ്ങനെ എതിർ കക്ഷി ആ സംവാദം ഏറ്റെടുത്ത് ദീർഘദൂരം യാത്ര ചെയ്ത് 2 പ്രാവശ്യം ഈ അമീൻ മൗലവിയുടെ നാട്ടിലെത്തിയിട്ടും എലിയെപ്പോലെ മാളത്തിലൊളിച്ചിരുന്ന് ആ സംവാദത്തിന് പിടികൊടുക്കാതെ അങ്ങനെ അത് മാലോകർ മുഴുവനും അറിഞ്ഞപ്പോൾ അമീൻ മൗലവിക്ക് നാണക്കേടുണ്ടാക്കി, അദ്ദേഹത്തിനത് വിഷമമുണ്ടാക്കി. ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കടുത്ത പരാജയം ഏൽക്കേണ്ടി വന്നു. ഈ ഒരു പതനത്തിൽ വിഷമം പൂണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് സലഫികളോടുള്ള അടങ്ങാത്ത വൈരാഗ്യവും പകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുമൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രചാരണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാഥാർത്ഥ്യവും അതുതന്നെയാണ്. സലഫികളോട് ഇത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ സലഫികളോടുള്ള അടങ്ങാത്ത പകയും വിദ്വേഷവും, അങ്ങനെ ഒരു അടിയേറ്റവൻ്റെ പകയാണ് അമീൻ മൗലവി ഇതിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുണ്ടായ ഒരു ഉപോൽപ്പന്നമാണ് സത്യത്തിൽ നിങ്ങളീ കാണുന്ന എൻ്റെയും അതുപോലെ ബഹുമാന്യനായ TK അഷറഫിൻ്റെയും ഒക്കെ ഫോട്ടോകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ അമീൻ മൗലവി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന നിങ്ങളീ കാണുന്ന ഈ പോസ്റ്റർ. എന്താണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് വളരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് എനിക്ക് അമീൻ മൗലവിയോട് സൂചിപ്പിക്കാനുള്ളത്, അമീൻ മൗലവി, നിങ്ങളിങ്ങനെ സങ്കടപ്പെടരുത്, നിങ്ങളിങ്ങനെ വിഷമിക്കരുത്. എന്തെങ്കിലും ഒരു പരാജയമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ വിഷമിക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു വിഭാഗത്തോട് അടങ്ങാത്ത വിദ്വേഷവും വെറുപ്പും അതേപോലെ പകയുടെ അഗ്നിയുമൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു പ്രബോധകന് യോജിച്ച കാര്യമല്ലല്ലോ, മുസ്ലിമിന് യോജിച്ച കാര്യമല്ലല്ലോ. നമ്മളൊക്കെ ഖുർആനിൽ വായിക്കുന്നത് എന്താണ്? ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് കൊണ്ട് നിങ്ങൾ അവരോട് അനീതി കാണിക്കരുത്, അനീതി കാണിക്കാൻ നിങ്ങൾക്കത് പ്രേരകമാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? ആ വചനം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ടൈം വിൽ പാസ് സൂൺ, ഈ സമയവും അതിവേഗത്തിൽ കടന്നു പോകും അമീൻ മൗലവി. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല. ഏതാണെങ്കിലും നമ്മുടെ അമീൻ മൗലവി എന്നെ സംബന്ധിച്ച് പറയുന്ന കളവുകളിലേക്ക് വരാം. ഓരോ കളവുകളും തെളിവ് സഹിതമാണ് ഞാനിവിടെ പിടികൂടുന്നത്. ഒന്നാമതായി അമീൻ മൗലവി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഞാൻ അയച്ച ചില ഗുണ്ടകൾ കയ്യേറ്റം നടത്തി എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എന്നെ അറിയുന്ന, എന്നെ കേൾക്കുന്ന ആളുകൾക്കറിയാം അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നും. അത് അദ്ദേഹം പറയുന്നതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹത്തെ അന്ധമായി വിശ്വസിക്കാത്ത ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അയച്ച ഗുണ്ടകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി എന്ത് ചെയ്തു? അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണെങ്കിലും അമീൻ മൗലവി തന്നെ അദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് ആ കളവ് ഒന്ന് പറയട്ടെ, നിങ്ങളൊന്ന് കേൾക്കുക ആദ്യം. വിസ്ഡം മുജാഹിദുകാരൻ റഫീഖ് സലഫി പറഞ്ഞയച്ച ആളുകൾ വീട്ടിൽ വന്ന് കയ്യാങ്കളി നടത്തി. ഇവർ കയ്യാങ്കളി കളിച്ചപ്പോൾ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ജിന്നുകളെല്ലാം ടവർ ലൊക്കേഷനിൽ തന്നെ ഹാജരായത് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും എനിക്ക് കൊണ്ടില്ല, അൽഹംദുലില്ലാ. അമീൻ മൗലവി ഈ പറഞ്ഞത് ശുദ്ധമായ നുണയാണ്. അമീൻ മൗലവി, നിങ്ങൾ പൈശാചികമായ ബോധത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കളവുകൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം തന്നെ നശിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കളവുകൾ പറയുന്നതിലൂടെ. ഞാൻ ഒരാളെയും നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചിട്ടില്ല, എനിക്കങ്ങനെ അയക്കേണ്ട ആവശ്യവുമില്ല. അതിനെൻ്റെ റബ്ബ് സാക്ഷിയാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരാളെയും ഞാൻ അമീൻ മൗലവിയുടെ വീട്ടിലേക്ക് അയച്ചിട്ടില്ല. ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ്. പിന്നെ ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്. കുറേ കാലമായി
അകാരണമായി സലഫികളോടുള്ള അടങ്ങാത്ത ചില കാരണങ്ങളുണ്ട് അതിന്. അദ്ദേഹത്തിന് സലഫികളോട് ചില വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടങ്ങാത്ത ചില പകകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ആവശ്യമായി വരികയാണെങ്കിൽ ഞാൻ പറയാം. ആ അടങ്ങാത്ത പക മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അമീൻ മൗലവി എന്ത് ചെയ്യാണ്, സലഫികളുടെ പിന്നിൽ ഇങ്ങനെ ചൊറിഞ്ഞ് നടന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിഭാഗത്തെ തന്നെ വെല്ലുവിളിച്ചിട്ട് അവരാ വെല്ലുവിളി ഏറ്റെടുത്തിട്ടും മാസങ്ങളായിട്ട് നിങ്ങൾ മുങ്ങി നടക്കുകയല്ലേ, ഇതല്ലേ നിങ്ങളുടെ ധൈര്യത്തിൻ്റെ അവസ്ഥ എന്ന് ഞാനൊരു വീഡിയോ ചെയ്ത് ചോദിക്കുകയും മുങ്ങി നടക്കുന്ന അമീൻ മൗലവിയെ മാളത്തിൽ നിന്ന് പുറത്തു ചാടിക്കുകയും ചെയ്തു. ഇത് മാത്രമാണ് ഞാൻ ചെയ്തത്. അതല്ലാതെ ഞാനൊരാളെയും അയച്ചിട്ടില്ല, എനിക്കങ്ങനെ അയക്കേണ്ട ആവശ്യവുമില്ല. സംവാദത്തിന് പോയ ഇഖ്ബാൽ മൗലവി തന്നെ ആ യാഥാർത്ഥ്യം നിങ്ങളോട് പറയും. ഞാനാണോ അദ്ദേഹത്തെ അയച്ചത്, അതല്ല അദ്ദേഹം സ്വന്തം ഈ വെല്ലുവിളി ഏറ്റെടുത്തു പോയതാണോ എന്ന് ഇഖ്ബാൽ മൗലവി തന്നെ പറയട്ടെ. നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുക. പിന്നെ അദ്ദേഹം ഇതിലേക്ക് വിസ്ഡം മുജാഹിദിനെയും റഫീഖ് സലഫിയൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. റഫീഖ് സലഫിക്കോ വിസ്ഡം മുജാഹിദിനോ ഇതിൽ യാതൊരു പങ്കുമില്ല. റഫീഖ് സലഫി ഒളിച്ചിരുന്ന മുങ്ങി നടന്ന അമീൻ മൗലവിയെ ചർച്ചയുടെ തീയതി പറയിപ്പിച്ചു എന്ന ക്രെഡിറ്റാണ് റഫീഖ് സലഫിക്കുള്ളൂ. എന്നതിനപ്പുറം റഫീഖ് സലഫി എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല, അതിനോട് ചെല്ലാനും പറഞ്ഞിട്ടില്ല, അവിടെ പോകാനുള്ള കാര്യങ്ങളോ സമ്പാദ്യ വിഷയങ്ങളോ ഒന്നും റഫീഖ് സലഫിക്ക് ഒരു ബന്ധമില്ല. വെറുതെ റഫീഖ് സലഫി ഇതിലേക്ക് വലിച്ചിരിക്കാൻ. റഫീഖ് സലഫിയെ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംവാദം തീർത്തിട്ട് പോലെ ഞാനുമായിട്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് റഫീഖ് സലഫി ക്ഷണിച്ച സംവാദത്തിന് ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് റഫീഖ് സലഫി ക്ഷണിച്ച് ഞാനുമായിട്ട് സംവാദത്തിന് അതിന് തയ്യാറായതാണ്. അതല്ലാതെ റഫീഖ് സലഫിക്കോ വിസ്ഡത്തിന് ഇതിന് യാതൊരു പങ്കുമില്ല. കേട്ടില്ലേ സുഹൃത്തുക്കളെ, എത്ര വ്യക്തമാണ്. അപ്പം ഞാനൊരാളെയും അയച്ചിട്ടില്ല. അമീൻ മൗലവി പറഞ്ഞ ഒന്നാമത്തെ കളവ് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായില്ലേ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക. പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് എന്താണ്, ഈ ചെന്നയാളുകൾ, ഈ സംവാദത്തിന് വേണ്ടി പോയ ഇഖ്ബാൽ മൗലവി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്നാണ്. സത്യത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഈ അമീൻ മൗലവി തന്നെയാണ്. ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ കബളിപ്പിച്ച് സത്യത്തിൽ കൊണ്ടുപോയത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. കൊണ്ടുപോയത് അമീൻ മൗലവിയാണ്, അത് വേറെ വിഷയം. ഇനി അവിടെ ചെന്നിട്ട് കയ്യാങ്കളി നടന്നോ, അതിൻ്റെ യാഥാർത്ഥ്യം അവിടെ പോയി സംവാദത്തിന് വേണ്ടി പോയ ഇഖ്ബാൽ മൗലവി തന്നെ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി പല നുണകളും പ്രചരിപ്പിക്കാൻ. അതിലൊന്നാണ് നവംബർ 30 നടന്ന ചർച്ചയിൽ കയ്യാങ്കളി നടന്ന വീട്ടിൽ ക്യാമറയുമായി ഗുണ്ടകൾ കയറി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഹാളാണെന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് പോയതാണ്. അദ്ദേഹം റോഡിൽ നിന്ന് തന്നെ ഞങ്ങളെ ക്യാമറ എടുത്തതാണ്. അദ്ദേഹം ഞങ്ങളുടെ വീഡിയോ ക്യാമറ എടുക്കുന്നത് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം തന്നെയാണ് ക്യാമറ ഓണാക്കിയത്. റോഡിൽ വെച്ച് അദ്ദേഹം ഓണാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് എന്നല്ല പറഞ്ഞത്, ഹാളിലേക്ക് എന്ന് പറഞ്ഞത്. ഹോള് കാണിക്കാൻ വേണ്ടി നമ്മൾ ഹോൾ എന്ത് ചെയ്തു, വീഡിയോ എടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ കൈവച്ചു കയ്യാങ്കളി നടത്തിയതാണ്. ഈ ചർച്ച മുഴുവനും അദ്ദേഹം ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. കയ്യാങ്കളി ഉണ്ടെങ്കിൽ ലൈവിൽ അദ്ദേഹം കാണിക്കണമായിരുന്നു, ലൈവ് ഇട്ടില്ല. ഓക്കെ, അങ്ങനെ അദ്ദേഹം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, വീഡിയോയിൽ എവിടെയെങ്കിലും കയ്യാങ്കളി നടന്ന് അദ്ദേഹം കാണിക്കട്ടെ. കേട്ടില്ലേ സുഹൃത്തുക്കളെ, ഒരു കയ്യാങ്കളിയും അവിടെ നടന്നിട്ടില്ല. മാത്രമല്ല ഇഖ്ബാൽ മൗലവി ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അവിടെ നടന്ന ഓരോ ചലനങ്ങളും ഔദ്യോഗികമായി അമീൻ മൗലവി തന്നെ ക്യാമറ കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കയ്യാങ്കളി നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ പുറത്തുവിടണ്ടേ? ആ ഭാഗം നിങ്ങൾ ജനങ്ങളെ കാണിക്കണ്ടേ? എന്താണ് അമീൻ മൗലവി കാണിക്കാത്തത്? അമീൻ മൗലവിക്ക് ധൈര്യമുണ്ടെങ്കിൽ അവിടെ ഈ പോയ ആളുകൾ ഞാനുമായി ബന്ധമല്ല, ഏതാണെങ്കിലും പോയ ആളുകൾ നിങ്ങളോട് കയ്യാങ്കളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ദൃശ്യം നിങ്ങൾ തന്നെയല്ലേ റെക്കോർഡ് ചെയ്തു നിങ്ങളുടെ ക്യാമറയിലൂടെ പുറത്തുവിടൂ. അമീൻ മൗലവി, നിങ്ങളുടെ കയ്യിൽ ഒരല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ ഇതെൻ്റെ വെല്ലുവിളിയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഇനി അവിടെ നടന്നത് എന്താണ്? അവിടെ എന്താണ് നടന്നത്? ഒരു ചെറിയ വീഡിയോ, മിന്നുന്ന ഒരു ദൃശ്യം കാണിച്ചുകൊണ്ട് ഈ അമീൻ മൗലവി കബളിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇയാൾ അടിക്കാൻ പോയതാണ് എന്നൊക്കെ. എന്താണ് അവിടെ നടന്നത് എന്ന് അവിടെ പോയ ഇഖ്ബാൽ മൗലവി വീണ്ടും പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. അതിനകത്ത് ആകെ കാണിക്കുന്നത് ഒരു ഫോണിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വീഡിയോ, ഓൾറെഡി അവിടെ ലക്ഷങ്ങൾ വില മതിക്കുന്ന സ്റ്റുഡിയോ സെറ്റപ്പിലാണ് നമ്മൾ ചർച്ച നടക്കുന്നത്. അങ്ങനെ ക്യാമറയും എല്ലാം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ക്യാമറ എടുത്ത് ഇങ്ങനെ പിടിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വായിൻ്റെയും മൂക്കിൻ്റെയും അടുത്തേക്ക് ചേർത്ത് ഇങ്ങനെ ക്യാമറ കൊണ്ടുവരും. എൻ്റെ മാത്രമല്ല, അവിടെ ഇരുന്ന സുൽഫിക്കർ സാഹിബിൻ്റെ പോലും മുഖത്തിനോട് അടുപ്പിച്ച് ഇങ്ങനെ ക്യാമറ കൊണ്ടുവരും. ഇതിങ്ങനെ ക്യാമറ ആ രൂപത്തിൽ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഒറിജിനൽ മൊബൈലല്ലാത്ത രൂപത്തിലുള്ള ക്യാമറയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മുഖം ഒരു വികൃതമായ രൂപത്തിൽ കിട്ടാൻ വേണ്ടി ഇദ്ദേഹം മുഖത്തിൽ അടുപ്പിച്ച് ഇങ്ങനെ ക്യാമറ എടുക്കുന്നത്. അപ്പോൾ പല പ്രാവശ്യം ചെയ്തപ്പോൾ മനസ്സിലായതുകൊണ്ടും
അവിടെ ഇരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തിരുത്തി കൊടുത്തു. അങ്ങനെ ചെയ്യരുത്. ഓൾറെഡി ഇത്ര സെറ്റപ്പുള്ള ക്യാമറയൊക്കെ ഉണ്ടല്ലോ. അതിനിടയിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ക്യാമറ മുഖത്തെ കൊണ്ടുവരുന്നത് ശരിയല്ല. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സംസാരിച്ചതിനിടയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പലതവണ പറഞ്ഞിട്ട് അദ്ദേഹം കേട്ടില്ല. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ക്യാമറ എങ്ങനെ പിടിച്ചു എൻ്റെ സംസാരം തുടങ്ങി പിന്നെയും എൻ്റെ മൂക്കിൻ്റെ വാനെടുത്ത് കൊണ്ടുവരാം. ഞാനപ്പോൾ തട്ടി മാറ്റി. ഈ ഫോൺ തട്ടിയത് അദ്ദേഹം എന്താക്കി, അത് ഗുണ്ടായുസമാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ പ്രചരിപ്പിക്കുക. അപ്പം ഇങ്ങനെ പല നുണകളും അദ്ദേഹം പുറത്തു വിട്ടെ. അദ്ദേഹമായിട്ട് നടന്ന കയ്യാങ്കളുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു വിട്ടെ. കേട്ടില്ലേ സഹോദരങ്ങളെ, സ്വാഭാവികമല്ലേ? ഔദ്യോഗികമായി ഒരു ക്യാമറയിൽ അവിടെ നടക്കുന്ന ഓരോ സംസാരങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഈ അമീൻ മൗലവി എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് എന്താണെന്നറിയോ? ഇയാളെ മൊബൈൽ പിടിച്ചിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് കൊണ്ടുപോയി അവരുടെ ചിത്രം വികൃതമായ നിലക്കെടുത്ത് അവരെ അപമാനിക്കുന്ന നിലക്കുള്ള ഒരു റെക്കോർഡിങ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പല പ്രാവശ്യവും പലരും അവിടെ പറഞ്ഞു ആ പണി നിങ്ങൾ ചെയ്യരുത് എന്ന്. കാരണം ഇയാളുടെ ഒരു സംസ്കാരം അതാണ്, ഇയാളുടെ ഒരു സ്വഭാവം അതാണ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുഖത്തേക്ക് മറ്റൊരാൾ അനുവാദമില്ലാതെ മൊബൈൽ പിടിച്ചു വരുമ്പോൾ അത് തട്ടിമാറ്റുക സ്വാഭാവികമല്ലേ? അത് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതല്ലാത്ത കയ്യേറ്റം നടന്നു എന്ന് നിങ്ങൾ, അള്ളാഹനെ പേടി നിങ്ങൾക്കില്ല, വിചാരണയെ നിങ്ങൾക്ക് ഭയമില്ല, മരണത്തെ നിങ്ങൾക്ക് പേടിയില്ല. ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ മനസ്സിൽ കുടികേറിയ ചില പകയുടെയും വിദ്വേഷത്തിൻ്റെയും ആളിക്കത്തുന്ന അഗ്നിയുടെയും ഫലമായി പൈശാചികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ കാര്യം അത് സത്യമാണെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന ആളുകൾക്കെങ്കിലും നിങ്ങൾ ആ വീഡിയോ എടുത്ത് പുറത്തു വിടുക അമീൻ മൗലവി. അപ്പം നിങ്ങൾ പറയുന്ന കളവ്, ഈ 3 കളവും ഞാനിവിടെ പിടികൂടി. ഞാൻ അയച്ചിട്ടില്ല, കയ്യാങ്കളി നടന്നിട്ടില്ല, നടന്നത് എന്താണ് എന്ന് വ്യക്തമായ നിലയ്ക്ക് നിങ്ങൾ കേട്ടു. ഇനി അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ ചില വോയിസ് ക്ലിപ്പുകൾ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി അയച്ച വോയിസ് ക്ലിപ്പുകൾ ഞാൻ അയച്ചത് തന്നെയാണ്. പക്ഷേ അതിനൊരു സാഹചര്യമുണ്ട്. അതുകൂടെ എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. അതെപ്പോഴാണെന്നറിയോ? ഈ അമീൻ മൗലവി തീരെ സംസ്കാരമില്ലാത്ത ഒരാളാണ്. പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇയാൾ മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യത്തിൽ വളരെ മോശമാണ്. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു വോയിസ് മാത്രം നിങ്ങൾ കേട്ടാൽ പോരാ, അതിൻ്റെ മറുപുറവും കൂടി കേൾക്കണം. എന്താ ഇയാൾ ചെയ്തതെന്നറിയോ? ഞാൻ ഈ വീഡിയോ ചെയ്തു, ഇദ്ദേഹം എന്താ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച്. അതിനുശേഷം ഇയാൾ എനിക്ക് സ്വൈരം തന്നിട്ടില്ല. ഇയാൾ എന്താ ചെയ്തതെന്നറിയോ? എൻ്റെ ഫോണിലേക്ക് നിരന്തരമായി മെസ്സേജ് അയച്ച് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. മാത്രമല്ല നിരന്തരമായി എന്നെ കോൾ ചെയ്ത് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇയാൾ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തിയെ കോൾ ചെയ്യുന്നേ? രാത്രിക്കും പകലും ഒന്നുമില്ലാതെ ഇയാൾ കോൾ ചെയ്യുക. ശാന്തമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അതിനിടയിൽ കോൾ വരും. ഒരു സ്റ്റുഡിയോ കയറി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനിടയിൽ കോൾ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഇയാൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇയാളോട് പ്രതികരിച്ചു. അതിൽ ഞാൻ അസഭ്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ നീ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതെന്താ? അത് അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വിളിക്കേണ്ടി വന്നതാണ്. അദ്ദേഹവും മറ്റുള്ളവരെ അങ്ങനെ വിളിച്ചത് ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല അദ്ദേഹം എന്നെ എത്രമാത്രം മോശമായ നിലക്കാണ് ചീത്ത വിളിച്ചത് എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ ഇതുവരെയും ഞാൻ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഞാൻ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇയാൾ എഴുതിയതാണ്. എനിക്ക് പടു ഖുറാഫിയും ഇസ്ലാമിൻ്റെ ശത്രുവുമായ റഫീഖ് വഹാബിയെ ഞാൻ ക്ഷണിച്ചെന്ന് വെച്ചോളും. ഇയാളുടെ സംസ്കാരം ഇതാണ്. എന്തെന്നെ വിളിച്ചത്? ഞാൻ പടു ഖുറാഫിയാണ്, ഞാൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ്, മനസ്സിലായോ, റഫീഖ് വഹാബിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ വിളിക്കാൻ നോക്കട്ടോ. കള്ള വഹാബി, ഇസ്ലാമിൻ്റെ മുന്നിൽ കുടുങ്ങി. ഇയാൾ എന്നെ വിളിക്കാൻ ഖുറാഫി, ചോദിച്ചിട്ടൊരു ഡേറ്റ് തരൂ. ഇതേപോലെയുള്ള അസഭ്യവാക്കുകൾ, ഒരു പ്രബോധകന് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് എന്നെ ശല്യപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായും ഞാൻ പ്രതികരിച്ച പ്രതികരണങ്ങളാണ്. ഏതൊരു മനുഷ്യനും പ്രതികരിക്കും. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ആ നിലക്ക് പ്രതികരിച്ചതാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ഇയാൾ എന്നെക്കുറിച്ച് പറയുന്ന ഈ പോസ്റ്റ് ഇയാൾ എൻ്റെയും ടി.കെ. അഷ്റഫിൻ്റെയും പേര് വെച്ച് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് പച്ചക്കളവാണ്. എനിക്കതിനോടൊരു ബന്ധവുമില്ല. വെറുതെയാണ് വിസ്ഡം വിഭാഗത്തെ ഇയാൾ അതിലേക്ക് വിളിച്ചു അല്ലെങ്കിൽ പേര് വെച്ച് അവരെയും കൂടി അതിലേക്ക് കൂട്ടിക്കെട്ടുന്നത്. അവർക്കും ഇതിനൊരു ബന്ധമല്ല. ഇതൊക്കെ എന്നോടും അവരോടൊക്കെ ഉള്ള ഇയാളുടെ മനസ്സിലെ അഗ്നിയുടെ ഭാഗമാണത് എന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അമീൻ മൗലവി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ച് നിങ്ങൾ പേടിത്തൊണ്ടനാണ്, എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് കടുത്ത പരാജയം ഏറ്റുവാങ്ങി, കടുത്ത അപജയം നിങ്ങൾക്ക് ആ വിഷയത്തിലുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കീദ ഒന്ന് പബ്ലിക്കിൽ പറയാനുള്ള ധൈര്യം പോലുമില്ല. നിങ്ങൾ അക്കീദ ക്ലാസ് നടത്തിയിട്ട് ഇപ്പോഴും പുറത്തുവിടാത്തതുണ്ട്, എല്ലാ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. വെല്ലുവിളിക്കാനുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ, അത് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ അവസ്ഥയും ജനങ്ങൾ മനസ്സിലാക്കി, സംസ്കാരം ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ നാണം കെട്ടു. അതിൻ്റെ പേരിൽ
ഈ സാധുവായ എന്നോടിങ്ങനെ വിദ്വേഷം വെച്ച് പുലർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ അമീൻ മൗലവി? എന്നെക്കുറിച്ച് ഇങ്ങനെ അപരാധം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ പേരിൽ ആ തെറ്റും അള്ളാഹു രേഖപ്പെടുത്തും, അതിന് നിങ്ങൾ പരലോകത്ത് മറുപടി പറയേണ്ടി വരും എന്നല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ അല്പം പക്വമായി ചിന്തിക്കുക, വൈരാഗ്യ മനസ്ഥിതി മാറ്റിവെക്കുക. ഈ സമയവും കടന്നു പോകുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏതാണെങ്കിലും അള്ളാഹു സത്യത്തിലൂടെ മുന്നേറാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.